നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂല പ്രഭാഷണം ഭാഗം 411 411. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനീ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 24-ാം അധ്യായം ശ്ലോകം 11 മുതൽക്കാണ് ഇതിൽ പറയേണ്ടത്. ശ്ലോകം 11 3 വരി ശ്ലോകമാണ്. സാമുദ്രീം ദേവദേവോക്താം ഉഭയമേ ശതദ്രുതീം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ട്വലം ഘൃതാം പരിക്രമന്തീം ഉദ്വാഹേ ചകമേ അഗ്നിശുയീം ഇവ എന്നാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ദേവദേവനാൽ പറയപ്പെട്ട, ദേവന്മാരുടെ ദേവനായിരിക്കുന്ന ശ്രീഹരിയാൽ പറയപ്പെട്ട സമുദ്രപുത്രി ആയ ശതദ്രുയെ വിവാഹം ചെയ്തു. നന്നായി അലങ്കരിച്ചവളും ബാലയും സർവാംഗസുന്ദരിയും വിവാഹത്തിൽ വലം വയ്ക്കുന്നവളുമായ യാതൊരുത്തിയെ കണ്ടിട്ട് അഗ്നിദേവൻ ശുഗി എന്ന പോലെ കാമിച്ചു. ശുഗി എന്ന് പറഞ്ഞാൽ തത്ത പോലെ എന്നർത്ഥം, അർത്ഥം പറയും. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരണോ? 2 പാരഗ്രാഫായിട്ടാണത്, ശ്രദ്ധിക്കണം. ഒന്നൊരു പ്രിയാമ്പിൾ പറയും, പിന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയും. ദേവദേവനായ ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം, ഞാൻ നാരായണൻ എന്നുള്ള അർത്ഥം പറഞ്ഞത്, ക്ഷമിക്കണം. അപ്പോൾ ദേവദേവനായ ഇവിടെ ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം സർവാംഗസുന്ദരിയും ബാലയും സർവാവയവങ്ങളിൽ സമുചിത അലങ്കാരങ്ങളെ ധരിച്ചവളുമായ സമുദ്രപുത്രിയായ ശതദ്രുയെ പ്രാചീന ബർഹിസ കല്യാണം കഴിച്ചു. വിവാഹ സമയത്തിൽ അഗ്നികുണ്ഡത്തെ പ്രദക്ഷിണം ചെയ്യുന്ന ആ കന്യകയെ അഗ്നി ശുഗി എന്ന പോലെ കാമിച്ചു. അഗ്നി സൂക്ഷ്മാവസ്ഥയിൽ അഗ്നിയാണ്, സ്ഥൂലാവസ്ഥയിൽ അഗ്നിദേവൻ അവളെ കണ്ട് മോഹിച്ചു. ഇനി അതിൻ്റെ കഥയാണ് പറഞ്ഞത്. അഗ്നി ശുഗിയെ കാക്ഷിച്ചു എന്ന് പറഞ്ഞതിൽ അടങ്ങിയ കഥ എന്താണ്? സപ്തർഷികൾ നടത്തിയ സത്രത്തിൽ അവരുടെ ഭാര്യയെ കണ്ട വന്യദേവൻ കാമസംതപ്തനായി. അപ്പോൾ അഗ്നിയുടെ ഭാര്യയായ സ്വാഹാദേവി സപ്തർഷിമാരുടെ ഭാര്യയെ സ്വരൂപത്തോടുകൂടി വന്ന് അഗ്നിദേവനെ രമിപ്പിച്ച് ശുഗിയുടെ സ്വരൂപത്തോടുകൂടെ ദർഭാഗ്രത്തിൽ തേജസ്സിനെ നിക്ഷേപിച്ചിട്ട് പോയി. വളരെ സൂത്രശാലിയായിട്ടാണ് ചെയ്തത്. ആ സ്വാഹാദേവിയെ സപ്തർഷികളുടെ ഭാര്യ എന്ന നിലയിൽ അഗ്നി എങ്ങനെ കാമിച്ചുവോ അതേപോലെ അഗ്നിദേവൻ ശതദ്രുയെ കാമിച്ചുവെന്ന് സാരം. അപ്പോൾ ഇതിന് മുമ്പൊരു ഇൻസിഡൻ്റ് ഉണ്ടായതിനെ ഇവിടെ നമ്മൾക്ക് തുറന്ന് കാണിച്ചു തന്നു. ഇനി അടുത്ത ശ്ലോകം 12. വിബുധാസുരഗന്ധർവ മുനിസിദ്ധനരോരഗാഹ വിജിതാ സൂര്യയാ ദിക്ഷു കർണയന്തൈവനൂപുരൈഹി. കാൽ ചിലമ്പുകൊണ്ട് ശബ്ദിപ്പിക്കുന്ന നവോഢയാൽ ദിക്കുകളിൽ ദേവാദികൾ വിജയിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അതെന്താ വാക്കർത്ഥം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം. നവോഢയായ ശതദ്രുതി കാൽ ചിലമ്പുകളെ ശബ്ദിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ അതാതു ദിക്കുകളിലെ ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, മുനികൾ, സിദ്ധന്മാർ, മനുഷ്യർ, സർപ്പങ്ങൾ എന്നിവരെല്ലാം കാമാധീനന്മാരായി ഭവിച്ചു എന്ന് പറഞ്ഞു. 13.
പ്രാചീനബർഹിഷപുത്ര ശതദ്രുദ്യാം ദശാഭവൻ തുല്യനാമവ്രത സർവേ ധർമ്മസ്നാദ പ്രചേതസാം. അപ്പോൾ പ്രാചീന ബർഹസിന് ശതദ്രുതിയിൽ തുല്യമായ നാമത്തോടും വ്രതത്തോടും കൂടിയവരും ധർമ്മപരാംഗതന്മാരുമായ പ്രചേതസ്സുകൾ എന്ന് 10 പുത്രന്മാർ ഉണ്ടായി. പ്രചേതസ്സുകൾ എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം പ്രാചി എന്ന് പറഞ്ഞാൽ കിഴക്ക് ദിക്ക് എന്നർത്ഥം. പ്രാചി. ബർഹിസ് എന്ന് പറഞ്ഞാൽ ദർഭ. അപ്പോൾ കിഴക്ക് ദിക്ക് നാമ്പ് വെച്ചും കൊണ്ടുള്ള ദർഭ എന്നുള്ള അർത്ഥമാണ് പ്രാചീന ബർഹിസ്. ദർഭാഗ്രങ്ങളെ കിഴക്കോട്ട് തിരിച്ചു വിരിച്ച ഭൂമിതലത്തെ മുഴുവനും മൂടത്തക്ക വിധം അത്രയധികം യാഗം ചെയ്തതിനാൽ ബർഹിഷത്തിന് തന്നെ പ്രാചീന ബർഹിസ് എന്നുകൂടി ഒരു പേരുണ്ടായി. അപ്പോൾ ശരിക്കും ബർഹിഷത്ത് എന്നുള്ളൂ. അപ്പോൾ പ്രാചീന എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട എന്നുള്ള അർത്ഥത്തിൽ. അതാണ് എല്ലാത്തിനും ഒരു അർത്ഥം വേണമെന്ന് പറയും. അപ്പോൾ ആ രാജശ്രീക്ക് ശതദ്രുതി എന്ന ഭാര്യയിൽ 10 പുത്രന്മാരുണ്ടായി. അവരുടെ മനോഗതിയും നാമധേയവും ഒരുപോലെ തന്നെ ആയിരുന്നു. ഭഗവത് ഭജന രൂപമായ ധർമ്മത്തിൽ തന്നെ എല്ലാ പേർക്കും താല്പര്യം. അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് വിശേഷമാണ്. മാത്രമല്ല അൾട്ടിമേറ്റ് ഗോൾ നേടാവുന്ന കാര്യമാണ്. പ്രചേതസ്സുകൾ എന്ന് തന്നെ എല്ലാ പേർക്കും നാമധേയം. അതായത് 10 ആൾക്ക് ഒരേ പേരാ. പ്രചേതസ് പ്രദേശത്ത്. ഇനി 14ഉം 15ഉം ശ്ലോകങ്ങളൊപ്പം ഉണ്ട്. പിത്ര ആദിഷ്ട പ്രജാസർഗേ തപസേ അർണവമാ വിഷൻ ദശവർഷസഹസ്രാണി തപസാർച്ചം സ്തപഃപതിം യദുക്തം പതിദൃഷ്ടേന ഗിരിശേന പ്രസീദത തധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാം. അതിനെ രണ്ടും കൂടിയിട്ട് വാക്കർത്ഥം പറയണോ. പ്രജകളെ സൃഷ്ടിക്കുന്നതിൽ പിതാവിനാൽ ആദേശിക്കപ്പെട്ടവരായിട്ട് തപസ്സിനായിക്കൊണ്ട് സമുദ്രത്തെ പ്രവേശിച്ചു. പ്രസന്നനും മാർഗത്തിൽ കാണപ്പെട്ടവനുമായ പരമശിവൻ ശിവനാൽ ഏതുവിധം ഉപദേശിക്കപ്പെട്ടുവോ. പരമശിവനാൽ ഉപദേശം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭാഗ്യം എന്താ. അതിനെ ധ്യാനിച്ചും ജപിച്ചും പൂജിച്ചും ഇന്ദ്രിയങ്ങളെ അടക്കിയവരായിട്ട് 10,000 വത്സരം തപസ്സുകൊണ്ട് തപസ്സിൻ്റെ ഫലദാതാവായ ഹരിയെ പൂജിച്ചു. ഓരോ തപസ്സിൻ്റെയും ഫലദാതാവാരെന്ന് പറഞ്ഞ ശ്രീഹരി. ഇനി അതിൻ്റെ ഭാവാർത്ഥം. സന്താനങ്ങളെ വർദ്ധിപ്പിക്കണമെന്ന് പിതാവ് കൽപ്പിച്ചു. അപ്പോൾ സന്താനാഭിവൃദ്ധിയും ശ്രീഹരിപ്രസാദം കൊണ്ടല്ലാതെ സമുചിത രീതിയിൽ ഉണ്ടാകുകയില്ലെന്ന് നിശ്ചയിച്ച പ്രദേശങ്ങൾ. അതാണ് ഈശ്വരഭജനം ചെയ്യണം, സ്ത്രീയും പുരുഷനും. അപ്പോൾ അതായത് പേജ് നമ്പർ 491 പ്രചേതസ്സുകൾ. പ്രചേതസ് ഹരി പൂജ. അപ്പോൾ നിശ്ചയിച്ച പ്രദേശങ്ങൾ തപസ് ചെയ്യാൻ നിശ്ചയിക്കുകയും അതിനായി സമുദ്രത്തെ പ്രവേശിക്കുകയും ചെയ്തു. അവരിൽ പ്രസന്നനായ പരമശിവനെ മാർഗമധ്യത്തിൽ വെച്ച് കണ്ടു. ശ്രീ ശിവൻ ഹരിയെ ഭജിപ്പാനുള്ള ക്രമങ്ങളെയും ജപിപ്പാനുള്ള മന്ത്രത്തെയും ഉപദേശിച്ചു. അതുപ്രകാരം ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് ധ്യാനിക്കുകയും ജപിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ട് 10,000 സംവത്സരം തപഫലത്തെ പ്രദാനം ചെയ്യുന്ന ശ്രീഹരിയെക്കുറിച്ച് തപസ് ചെയ്ത് പൂജിച്ചു എന്നായി. ഇനി വിദുരാവാച. അപ്പോൾ വിദുരർക്ക് സംശയമുണ്ട്. അതെന്താ എന്നാ പറയുന്നത്. 16ാമത്തെ ശ്ലോകം. പ്രചേതസാം ഗിരിത്രേണ യഥാ ആസേൽപതി സംഗമം യദ്വാപ്യാഹര പ്രീതസ്തന്നോ ബ്രഹ്മൻ പദാർത്ഥവത്. പ്രചേതസ്സുകൾക്ക് മാർഗത്തിൽ വെച്ച് ശിവനോട് ചേർന്ന ഏതുവിധമുണ്ടായി. സന്തുഷ്ടനായ ഹരൻ എന്തുപദേശിച്ചു. ഹേ ബ്രഹ്മജ്ഞ,
അർത്ഥവത്തായ അതിനെ ഞങ്ങളോട് പറയണമേ എന്ന് വിതുരര്. അതിൻ്റെ ഭാവാർത്ഥം അവന് പറയാൻ പോണത്. വിതുരർ ചോദിച്ചു, ശ്രീ ശിവസംഗമവും ഉപദേശവും ദുർലഭമാണല്ലോ. പരമശിവനെ ഉപദേശിക്കാൻ കിട്ടുക, അതും വഴിമധ്യത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആണത്. അതുകൊണ്ടാണ് ആ ഉപദേശം അറിയുന്നത് ഭഗവത് ഭക്തന്മാർക്ക് ആവശ്യമായിരിക്കും എന്ന വിചാരത്താൽ വിതുരർ മൈത്രേയരോട് അതിനെ വിസ്തരിച്ച് പറയാൻ ആവശ്യപ്പെടുന്നു. ഹേ സർവജ്ഞനായ മുനെ, പ്രചേതസ്സുകൾക്ക് മാർഗമധ്യത്തിൽ വെച്ച് ശിവസംഗമമുണ്ടായതെങ്ങനെ? ശ്രീ ശിവൻ അവരോട് ഉപദേശിച്ച ഭജനക്രമം എന്താകുന്നു? അതറിയുന്നത് കൊണ്ട് ഞങ്ങൾക്കും പ്രയോജനമുള്ളതിനാൽ അതിനെ ഞങ്ങളോട് പറവാൻ കരുണയുണ്ടാകണം എന്നാണ് വിതുരര് പറഞ്ഞത്. അപ്പോൾ ശ്ലോകം 17. സംഗമ ഖലു വിപ്രർഷേ ശിവേന ഇഹ ശരീരിണാം ദുർലഭോ മുനയോ ദധ്യുരസംഗാദ്യം അഭീപ്സിതം. ബ്രഹ്മർഷേ അല്ല ബ്രാഹ്മണർഷേ, മൈത്രേയരാരാ? ബ്രാഹ്മണനാണ്. ബ്രാഹ്മണർഷേ, ശരീരികൾക്ക് ശിവനോട് ചേർച്ച ഈ ലോകത്തിൽ ദുർലഭമല്ലേ? അതായത് ശിവാലയങ്ങളിൽ ഭജിക്കുന്ന ആൾക്കാർ വളരെ കമ്മിയായിരിക്കുന്ന പറഞ്ഞത്. അപ്പോൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന യാതൊരുവിനെ മുനികൾ വൈരാഗ്യത്തോടുകൂടെ ധ്യാനിച്ചു. പരമശിവനെ തപസ് ചെയ്യുമ്പോൾ വൈരാഗ്യം കൂടിയിട്ടുണ്ടായിരിക്കണം. കാരണം അദ്ദേഹം അതിൻ്റെ ആളാണ്, വൈരാഗ്യത്തിൻ്റെ ആളാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഹേ ബ്രാഹ്മണോത്തമനായ ഋഷി, ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന ശരീരികൾക്ക് ശ്രീ ശിവനോട് സംസർഗം സിദ്ധിക്കുന്നത് ഏറ്റവും ദുർലഭമായ കാര്യമാണെന്നതിൽ സംശയമില്ല. മുനികൾ കൂടെ യാതൊരുവനെ കാണാൻ ആഗ്രഹിക്കുന്നവരായിട്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ പ്രത്യക്ഷമായി കാണുന്നില്ലല്ലോ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. തഥാസ്തു തഥാസ്തു എന്നിങ്ങനെ അശരീരി കേൾക്കാമെന്നല്ലാണ്ട് ആരേനെ തപസ് ചെയ്യണത് അവരെ കാണുക വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിനാൽ ശ്രീ ശിവസന്ദർശനം പ്രചേതസ്സുകൾക്ക് സാധിപ്പാൻ പ്രത്യേക സംഗതി ഉണ്ടായിരിക്കണം. ഋഷിയായ അങ്ങ് അറിഞ്ഞും ഇരിക്കും. അതിനെ ഞങ്ങളോട് ചെയ്യണം, ഞങ്ങളോട് അരുളി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ 18ാമത്തെ ശ്ലോകം. ആത്മാരാമോ അഭിയസ്തസ്യ ലോകകൽപസ്യ രാധസേ ശക്തിയായുക്തോ വിചരതി ഘോരയാ ഭഗവാൻ ഭവാം. അപ്പോൾ ആത്മാവിൽ രമിക്കുന്നവനാക്കുന്നുവെങ്കിലും ഭയങ്കര ശക്തിയോട് യുക്തനായ, അതായത് പാർവതീദേവി എന്താ ശക്തിയാണ്, യുക്തനായ ഭഗവാൻ, ഐശ്വര്യപൂർണനായ ശിവൻ ഈ ലോകത്തിൻ്റെ സിദ്ധിക്കായിക്കൊണ്ട് സഞ്ചരിക്കുന്നു. ലോകത്തിലുള്ള ലോകരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ ഭഗവാൻ സഞ്ചരിക്കും. അപ്പോൾ അതിന് പറ്റിയ ആൾക്കാരെ കണ്ടാൽ പ്രസാദിച്ച് അവർക്ക് ഉപദേശം കൊടുക്കുകയാണ്. അതിൻ്റെ ഭാവാർത്ഥമാണ് ഇനി വരുന്നത്. സംഹരിക്കുന്നതിനുപകരിക്കുന്ന ഘോരശക്തിയെ ആശ്രയിക്കുന്നുവെങ്കിലും ഭഗവാൻ ഘോരമായ ശക്തിയെ സ്വീകരിക്കാൻ കാരണം എന്താ? നിയമാനുസരണം ആരെയെങ്കിലും ലയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ശക്തിവിശേഷം വേണം. ആത്മാനന്ദത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന പരമൈശ്വര്യപൂർണനായ ശ്രീ ശിവൻ ഭക്തജന മനോരഥത്തെ സാധിപ്പിക്കുന്നു എന്നാണ്. ഭക്തജന മനോരഥം അതെങ്ങനെ? അതിനുള്ള കാരുണ്യത്താൽ ലോകത്തിൽ സഞ്ചരിക്കുകയാണല്ലോ. അതിനാൽ ആ ഭഗവാൻ പ്രചേതസ്സുകളെ അനുഗ്രഹിച്ച സംഗതിയെ ഞങ്ങളോട് വിസ്തരിച്ച് പറയണം എന്ന് പറഞ്ഞു. മൈത്രേയ വാച. 19ാമത്തെ ശ്ലോകം. പ്രചേതസപ്യുദുർവാക്യം ശിരസ ആദായ സാധവാം ദിശം പ്രതീചിം പ്രയയുസ്തവസ്യാദ്യാദൃതചേതസാം. അതായത് സാധുക്കളായ പ്രചേതസ്സുക്കൾ പിതാവിൻ്റെ വാക്യത്തെ ശിരസ്സുകൊണ്ട് സ്വീകരിച്ചിട്ട് തപസ്സിൽ ആദരവുള്ള മനസ്സോടുകൂടിയവരായിട്ട് പടിഞ്ഞാറ് ദിക്കിലേക്ക് പ്രയാണം ചെയ്തു. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുന്നു.
മൈത്രേയർ പറഞ്ഞു, പിതൃവാക്യ പരിപാലന രൂപമായ, ഇത് ഇന്നില്ല, പിതൃവാക്യ പരിപാലന രൂപമായ സദാചാരത്തെ, അച്ഛൻ പറഞ്ഞത് കേൾക്കുക എന്നുള്ളത് എന്താണെന്നാ പറഞ്ഞത്, സദാചാരം എപ്പോഴും ആചരിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രചേതസ്സുകൾ പ്രജാവൃദ്ധി വരുത്തണം എന്നുള്ള പിതൃവാക്യത്തെ ശിരസ്സുകൊണ്ട് സ്വീകരിച്ചു. ഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ സംസാരം ക്ലേശാവഹമായി വരികയില്ലെന്നുള്ള വിശ്വാസത്താൽ ഭഗവത് പ്രീതിക്ക് കാരണമായിരിക്കുന്ന തപസ് ചെയ്യുവാൻ മനസ്സാ നിശ്ചയിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. ജനസംഘത്തിൽ നിന്ന് പിരിഞ്ഞു, അതായത് പട്ടണത്തിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് പിരിഞ്ഞ് വിജനസ്ഥാനത്തെ തിരിഞ്ഞുകൊണ്ട് പടിഞ്ഞാറേ ദിക്കിലേക്ക് പോയി. കഴിഞ്ഞിട്ടില്ല. പ്രകൃഷ്ടമായ സത്വഗുണം എന്നാണ്. പ്രകൃഷ്ടം കണ്ടാൽ തന്നെ അറിയാം, സത്വഗുണം അധികരിച്ച മനസ്സുള്ളവൻ എന്നാണ് പ്രചേതസ്സുകൾ എന്നുള്ളതിൻ്റെ അർത്ഥം. പ്രകൃഷ്ടമായ സത്വഗുണം അധികരിച്ച മനസ്സുള്ളവർ എന്നാണ് പ്രചേതസ്സുകൾ എന്ന പദത്തിനർത്ഥം. ആ വിധക്കാർക്ക് ഭഗവത് ഭക്തി അല്ലാതെ ഭഗവത് ഭക്തി അല്ലാതെ സംസാരത്തിൽ താല്പര്യമുണ്ടാകുകയില്ല. അതിനാൽ ഇവർ ജന്മനാ വിരക്തന്മാരാകുന്നുവെങ്കിലും പിതൃവാക്യത്തെ പരിപാലിക്കുക എന്നുള്ള സദാചാരത്തിൽ ശ്രദ്ധയുള്ളവരായിരുന്നതിനാൽ പ്രജാ അഭിവൃദ്ധിക്ക് കാരണമായ സംസാരത്തെ സ്വീകരിക്കാം എന്ന് ഉറച്ചു. അതുനിമിത്തം ജന്മജരാവ്യാധിഹേതുകമായ സംസാരബന്ധം, ഈ സംസാരബന്ധം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായ എന്താ, നരകം ഫലം എന്നാണ് പറയുന്നത്. അപ്പോൾ ബാധിക്കാതിരിക്കണമെങ്കിൽ ശ്രീഹരിപ്രസാദം ഉണ്ടാകണം എന്ന് നിശ്ചയിച്ചത് കൊണ്ടാണ് തപസ്സിൽ ഏർപ്പെടുവാൻ നിശ്ചയിച്ചത് എന്ന് സിദ്ധിച്ചതുകൊണ്ട് ഇവർ ജന്മം മുതൽക്ക് തന്നെ സാധുക്കളും ഭഗവത് ഭക്തന്മാരുമാണെന്നറിഞ്ഞ സർവജ്ഞനും സർവേശ്വരനുമായ ശ്രീ ശിവൻ ഭക്തന്മാരുടെ മൂല അജ്ഞാനത്തെ സംഹരിക്കുന്ന പരമജ്ഞാനത്തെ ഉപദേശിക്കുന്ന സർവലോക പരമഗുരു. ശിവന്റെ വിശേഷം എന്താ, സർവലോക പരമഗുരു, അതാണ് ദക്ഷിണാമൂർത്തി. അപ്പോൾ അവർക്ക് സന്ദർശനത്തെയും നൽകി എന്നുള്ള മറുപടി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. സദാചാരനിഷ്ഠയും ഭഗവത് ഭക്തിയും ഉണ്ടാകുമ്പോൾ അനായാസേന പരമഗുരുവിനെ ലഭിക്കും എന്ന് സാരം. ഈ സാരവത്തായിട്ടുള്ള വാക്കുകൾ പഠിച്ചാൽ രക്ഷപ്പെടാം. ഇനി 20, 21, 22 ശ്ലോകങ്ങൾ ഒപ്പം പോകും. നോക്കുക. സമുദ്രം ഉപവിസ്തീർണം അപശ്യൻ സുമഹത്സര മഹന്മനൈവ സ്വച്ഛം പ്രസന്ന സലിലാശയം നീലരക്തോൽപലാംഭോജകൽഹാരേന്ദീവരാകരം ഹംസസാരസചക്രാഹ്വാകാരണ്ഡവനികൂചിതം മത്തഭ്രമരസൗസ്വര്യ ഹൃഷ്ടരോമലതാംഗ്രിപം പത്മഘോഷരജോദിക്ഷു വിക്ഷിപ്തപവനോത്സവം. കട്ടിയായിട്ടുള്ള വാക്കുകളാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? സമുദ്രം പോലെ സാമാന്യം വിസ്താരമുള്ളതും മഹാന്മാരുടെ മനസ്സ് പോലെ നിർമ്മലവും സന്തുഷ്ടങ്ങളായ മത്സ്യാദികളോട് കൂടിയതും നീലരക്തോത്പലങ്ങൾ, അംഭോജങ്ങൾ, കൽഹാരങ്ങൾ, ഇന്ദീവരങ്ങൾ ഇവകളുടെ ഉൽപ്പത്തി സ്ഥാനവും, പിന്നെയോ ഹംസം, സാരസം, ചക്രാഹം, കാരണ്ഡവം, കൊളക്കോഴി ഇവയുടെ നിരന്തര കൂജനത്തോടു കൂടിയതും, പിന്നെ മത്തങ്ങളായ ഭ്രമരങ്ങളുടെ സ്വസ്വരത്താൽ ഹർഷിച്ച രോമങ്ങളോ എന്ന് തോന്നുമാറുള്ള ലതകളെ വഹിച്ചിരിക്കുന്ന വൃക്ഷങ്ങളോട് കൂടിയതും, താമരമൊട്ടുകളുടെ പൊടിയെ ദിക്കുകളിൽ വ്യാപിപ്പിക്കുന്ന വായുവിൻ്റെ ഉത്സവത്തോടു കൂടിയതുമായ ഏറ്റവും മഹത്തായ സരസ്സിനെ കണ്ടു എന്നാണ് പറഞ്ഞത്. ഏറ്റവും മഹത്തായിട്ടുള്ളത്. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് 3 ശ്ലോകത്തിൻ്റെ പറയുന്നത്. പടിഞ്ഞാറേ ദിക്കിലേക്ക് സഞ്ചരിക്കുന്ന പ്രചേതസ്സുകൾ ഒരു ദിക്കിലെത്തിയപ്പോൾ അതിമഹത്തായ ഒരു തടാകം കണ്ടു. അതിൻ്റെ വിസ്താരം ഏകദേശം സമുദ്രത്തിൻ്റേതുപോലെ അത്ര വലുതായിരുന്നു.
ഭഗവത് ഭക്തന്മാരായ മഹാജനങ്ങളുടെ മനസ്സുപോലെ അത്രയും പരിപാവനവും വ്യാപിച്ചു കിടക്കുന്നത്. എന്തിനാ ഈ ഹൃദയം വ്യാപിപ്പിക്കണം എന്ന് ചോദിച്ചാൽ, സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ് പ്രഭാവങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കണം. എന്തും ഏതും വെന്ത് പരിപാകപ്പെടുന്നതായിരിക്കണം. അതിന് വലിയ പാത്രം വേണം പറഞ്ഞ മതിയാണിട്ടത്. അപ്പോൾ ആനന്ദം നിറഞ്ഞവരെന്ന പോലെ പ്രസന്നങ്ങളായിരിക്കുന്ന മത്സ്യാദി ജന്തുക്കളോട് കൂടിയതുമായിരുന്നു. നീലരക്തവർണ്ണമുള്ള ഉൽപ്പലങ്ങളും താമരപ്പൂക്കളും കൽഹാരകുസുമങ്ങളും നീലത്താമരകളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഹംസങ്ങൾ, കുളക്കോഴികൾ, ചക്രവാകങ്ങൾ, എരണ്ടകൾ എന്നീ പക്ഷിവർഗങ്ങൾ ഇടവിടാതെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നു. പൂന്തേൻ നുകർന്നു മതിച്ചിരിക്കുന്ന വണ്ടുകളുടെ സ്വരമാധുര്യത്താൽ രോമാഞ്ചം വഹിച്ചിരിക്കുകയോ എന്ന് തോന്നുമാറുള്ള പൂമൊട്ടുകളോടുകൂടിയ വള്ളികളെ വഹിച്ചിരിക്കുന്ന വൻമരങ്ങൾ കരയിൽ നിരനിരയായി നിൽക്കുന്നുണ്ട്. താമരപ്പൂമുട്ടുകളെ വികസിപ്പിച്ച് അവയിലെ പൊടികളെ നാലുഭാഗത്തും വ്യാപിപ്പിക്കുന്ന ഇളങ്കാറ്റിൻ്റെ ഉത്സവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെയധികം വിലപ്പെട്ടൊരു കവിഭാവനയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി ശ്ലോകം 23. തത്ര ഗന്ധർവമാകർണ്യ ദിവ്യമാർഗമനോഹരം വിസിസ്മ്യു രാജപുത്രാസ്തേ മൃദംഗപണവാദ്യനു. എന്താ ഉണ്ടായത്? അവിടെ മൃദംഗാദികളുടെ അനുസരിച്ചുള്ളതും ദിവ്യമായ വഴി നിമിത്തം മനസ്സിനെ ഹരിക്കുന്നതുമായ സംഗീതത്തെ ആ രാജപുത്രന്മാർ കേട്ടിട്ട് വിസ്മയിച്ചു. ഇത്ര മധുരമായിട്ടുള്ളൊരു ആലാപനം ശൈലി കണ്ടിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എങ്ങനെയാണ് ഭാവാർത്ഥം വരിക? ആ സ്ഥലത്തെത്തിയ രാജപുത്രന്മാർ മൃദംഗം, പണവം മുതലായ വാദ്യങ്ങളോട് അനുസരിച്ചു ദിവ്യമായുള്ള ആരോഹണ അവരോഹണ ക്രമങ്ങളോട് യോജിച്ചുമിരിക്കുന്നതിനാൽ ആരുടെ മനസ്സിനെയും അപഹരിക്കുന്നതുമായ സംഗീതം കേട്ടതിനാൽ ദേവന്മാർക്കും ഒരു വിസ്മയം ഉണ്ടായി എന്ന് പറയണം. ഇനി 24ഉം 25ഉം ശ്ലോകങ്ങൾ ഒപ്പം പോവും. അതെങ്ങനെ? തർഹ്യേവ സരസസ്തസ്മാനിഷ്ക്രാമന്തം സഹാനുഗം ഉപഗീയമാനം അമരപ്രവരം വിബുധാനുഗൈഃ തപ്തഹേമനികാഭയാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ്യ പ്രാണേർമുർജാത കൗതുകാഹ. എന്താ പറഞ്ഞത്? തർഹിയേവ, അപ്പോൾ തന്നെ ആ സരസിൽ നിന്ന് നിഷ്ക്രമിക്കുന്നവനും അനുഗന്മാരോട് അനുഗാമികളുള്ളവരോട് കൂടെ തന്നെ വാക്ക്. എന്നാൽ കേട്ടോ, അതെ, അനുഗന്മാരോട് കൂടിയവനും ദേവന്മാരായ അനുചരന്മാരാൽ സ്തോത്രം ചെയ്യപ്പെടുന്നവനും ഉരുക്കിയ സ്വർണരാശിയോട് തുല്യമായ ശോഭയോട് കൂടിയവനും 3 കണ്ണുകളോട് കൂടിയവനും പ്രസാദം നിമിത്തം ശോഭിച്ച മുഖത്തോടു കൂടിയവനും നീലനിറമുള്ള കണ്ഠത്തോടു കൂടിയവനുമായ ദേവശ്രേഷ്ഠനെ കണ്ടിട്ട് സന്തുഷ്ടന്മാരായിട്ട് പ്രണമിച്ചു. അപ്പോൾ സന്തുഷ്ടതയോട് കൂടിയിട്ട് വേണം എന്ത് ചെയ്യാൻ? നമസ്കരിക്കാൻ. വേണ്ടി വന്നൂലോ എന്ന് വിചാരിച്ചിട്ടാവരുത്. സന്തുഷ്ടചിത്തന്മാരായിട്ട് വേണം ഭഗവാനെ നമസ്കരിക്കാൻ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എന്താ പറയുന്നത്? അതേ സമയത്ത് തന്നെ ആ തടാകത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന ശ്രീ ശിവനെ അവർ കണ്ട് പരമസന്തോഷത്തോടുകൂടെ നമസ്കരിച്ചു. ആ ദേവശ്രേഷ്ഠൻ ശ്രീ ശിവനാണെന്നറിയുവാൻ തക്ക ലക്ഷണങ്ങൾ എല്ലാം തികഞ്ഞിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ഥൂലമായിട്ട് കാണുന്നത്. അപ്പം നന്ദികേശ്വരൻ മുതലായ ഭൃത്യന്മാർ പിറകെ ഉണ്ടായിരുന്നു. ഗന്ധർവാദികൾ ഭഗവാന്റെ ഭക്തവാത്സല്യാദി കല്യാണ ഗുണങ്ങളെ സമീപത്ത് നിന്ന് കീർത്തിക്കുന്നുമുണ്ട്. ഉരുക്കിയ സ്വർണം പോലെ തേജോമയമായ ശരീരവും 3 നേത്രങ്ങളും നീലനിറമായ കണ്ഠവും തങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്
സൂചിപ്പിക്കുന്ന മുഖഭാവവും കണ്ടപ്പോൾ അവർക്ക് അന്നുണ്ടായ കൗതുകം കരകവിഞ്ഞു തന്നെയിരുന്നു. ഭക്തിപൂർവം സാഷ്ടാംഗം നമസ്കരിച്ചു എന്ന് പറഞ്ഞു. ഇനി 26-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. സതാൻ പ്രപന്നാർത്തിഹരോ ഭഗവാൻ ധർമ്മവത്സല ധർമ്മജ്ഞാൻ ശീലസമ്പന്നാൻ പ്രീതാനുവാചഹാം. അതായത് ശരണം പ്രാപിച്ചവരുടെ താപത്തെ തീർക്കുന്നവനും ശരണം പ്രാപിക്കാതെ കണ്ട് ഈശ്വരനൊന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജ്ഞാനാദിപൂർണനും ഭഗവത് ആരാധനാരൂപത്തിൽ വാത്സല്യമുള്ളവനും ഭഗവത് ആരാധന ചെയ്യുന്നവരോട് വാത്സല്യമുണ്ട് ഭഗവാന്. സന്തുഷ്ടനുമായ ആ ദേവൻ ധർമ്മം അറിയുന്നവരും സൽസ്വഭാവം തികഞ്ഞവരും സന്തുഷ്ടരുമായ അവരോട് പറഞ്ഞു. സുപ്രസിദ്ധം, വളരെ വിശേഷപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരണം. എന്താ? ഗുരുവിൽ ഗുരുവാണെന്ന് തെളിയിക്കുവാൻ ഉപകരിക്കുന്ന ധർമ്മവും ശിഷ്യനിൽ ശിഷ്യനായിരിക്കാൻ ആവശ്യമായ ധർമ്മവും ഉണ്ടായിരുന്നാൽ മാത്രം ഉപദേശം സഫലമായി വരികയുള്ളൂവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഉണ്ടായിരുന്നാൽ മാത്രമേ ഉപദേശം സഫലമായി വരികയുള്ളൂവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പരമശിവന്റെയും പ്രചേതസ്സുകളുടെയും ഗുണങ്ങളെ വിവരിക്കുന്നു. ശരണം പ്രാപിച്ചവർക്ക് പരമാത്മസ്വരൂപത്തെ ഉപദേശിച്ച് സംസാരക്ലേശങ്ങളെ തീർക്കുവാനുള്ള സാമർഥ്യം ശ്രീ ശിവനുണ്ട്. പ്രചേതസ്സുകൾ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ച് ശരണം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. സംസാര ദുഃഖങ്ങളെ നശിപ്പിക്കുവാനുള്ള ശക്തി എങ്ങനെ ശിവനുണ്ടായത് എന്ന് ആലോചിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണമുണ്ട്. ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം മുതലായ 6 ഗുണങ്ങൾ സ്വതേ തന്നെ ഉള്ളതുകൊണ്ട് ശിവന് ഭഗവാൻ എന്ന സംജ്ഞ അന്വർത്ഥമാകുന്നു. ആവശ്യമാണ്, എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ ഈ ഗുണങ്ങൾ ഉണ്ടാകുവാൻ കാരണം ഭഗവത് ആരാധനാലക്ഷണമായ ധർമ്മത്തിൽ പ്രീതിയുള്ളവനായതുകൊണ്ടാകുന്നു. പ്രചേതസ്സുകളാകട്ടെ ദേവാരാധനാരൂപ ധർമ്മം തന്നെ രാജാദികർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് അറിവും അതനുസരിച്ച് നടക്കുന്ന സ്വഭാവമുള്ളവരുമാകുന്നു. ശിഷ്യധർമ്മം തികഞ്ഞിരിക്കുന്ന അവരുടെ ദർശനം ഭഗവാനും ഗുരുധർമ്മം തികഞ്ഞിരിക്കുന്ന പരമേശ്വര ദർശനം പ്രചേതസ്സുകൾക്കും പ്രീതിജനകമായിരുന്നു. പ്രീതനായ ഭഗവാൻ പ്രീതന്മാരായ അവരോട് പറഞ്ഞു. ഗുരുശിഷ്യ സാധാരണ ധർമ്മം ഈ വിധമാണെന്ന് ശാസ്ത്രങ്ങളിൽ പ്രസിദ്ധമാകുന്നു എന്നാണ് പറഞ്ഞത്. ഒരു ശ്ലോകം കൂടി പറഞ്ഞു നിർത്താം. അതായത് ശ്ലോകം 27. ശ്രീ മഹാദേവ ഉവാച യൂയം വേദിഷത പുത്രാവിദിതം വശ്ചീർഷിതം അനുഗ്രഹായ ഭദ്രം വാ ഏവം മേ ദർശനം കൃതം. നിങ്ങൾ ബർഹിഷത്തിൻ്റെ പുത്രന്മാർ എന്നും നിങ്ങളുടെ ചെയ്യുവാനുള്ള ഇച്ഛ ഇന്നതാണെന്നും അറിയപ്പെട്ടു. നിങ്ങൾക്ക് മംഗളം. അനുഗ്രഹത്തിനായിക്കൊണ്ട് ഇപ്രകാരം എൻ്റെ ദർശനം നൽകപ്പെട്ടു, ശിവൻ്റെ ദർശനം നൽകപ്പെട്ടു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതേസമയം നമ്മുടെ സംയോജിതമായിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം തന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.